നമ്മുടെ ദളപതി വിജയ് കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു താരമാവാൻ കാരണം മറ്റൊരു നടനാണ്. ആ കഥ അറിയോ? പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാറിന് ദളപതിക്ക് തമിഴ്നാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജന്മദിനാശംസകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിജയ് കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരമാവാൻ കാരണക്കാരനായ മറ്റൊരു നടൻ. വിജയ് ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വന്നത്. അച്ഛൻ സംവിധായകനും നിർമ്മാതാവും നടനും ഒക്കെയാണ്. അമ്മയും കഥാകൃത്താണ്. അങ്ങനെ ബാലതാരമായിട്ട് കുറേ സിനിമകൾ അഭിനയിച്ചു. അതിനുശേഷം മുതിർന്ന ശേഷം 92-ൽ നായകനായിട്ട് വരുന്നു. ആദ്യത്തെ സിനിമ പരാജയമായിരുന്നു. പിന്നീട് അച്ഛൻ്റെ സുഹൃത്തും അച്ഛൻ്റെ സിനിമകളിലൂടെ അച്ഛൻ്റെ ഒരുപാട് സിനിമകൾ നായകനൊക്കെയായിട്ട് അഭിനയിച്ച് വിജയകാന്ത് കൂടി സഹായിച്ച് വിജയകാന്ത് കൂടിയും അഭിനയിച്ച് ഒരു സിനിമ, ആ ഒരു സിനിമ വിജയിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും വിജയ്ക്ക് സിനിമകളൊന്നും വിചാരിച്ച പോലെ ക്ലിക്ക് ആവുന്നില്ല. എല്ലാ വർഷവും സിനിമകൾ ചെയ്യുന്നുണ്ട്. അച്ഛൻ തന്നെ ഭൂരിപക്ഷം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം 95 ആയപ്പോഴാണ് ചെറിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി. 96-ൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിജയങ്ങൾ കിട്ടുന്നു. അങ്ങനെ മലയാളത്തിൽ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു, ഇൻഡസ്ട്രി ഹിറ്റ് ആവുന്നു. മലയാളത്തിലും തമിഴിലും സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകൻ ഫാസിൽ പുതുമോങ്ങളെ വെച്ച് ചെയ്ത സിനിമ അനീതിപ്രാവ്. കുഞ്ചാക്കോ ബോബനും ബാലതാരമായിട്ട് അഭിനയിച്ച് മുതിർന്ന ശേഷം നായികയായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നു ശാലിനി. ഇവരൊക്കെ വെച്ച് ചെയ്ത അനീതിപ്രാവയുടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു. 97 ഏപ്രിലാണ് അനീതിപ്രാവ് ഇവിടെ കേരളത്തിൽ റിലീസാവുന്നതും സൂപ്പർ ഹിറ്റ് ആവണം. ഇത് കഴിഞ്ഞ് ഫാസിൽ ഇത് ഇവിടെ ഹിറ്റ് ആവുന്നു. അതിൻ്റെ ഒരു 100-ാം ദിവസമൊക്കെ ഇവിടെ ആഘോഷിച്ചൊക്കെ ശേഷം ഫാസിൽ തമിഴിൽ ആ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അന്നൊരു പുതുമുഖ നായികനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നായിരുന്നു ഫാസിലിന്റെ ആദ്യത്തെ ഒരു പ്ലാൻ. പക്ഷെ ശാലിനിക്ക് ആ ഒരു സിനിമ തന്നെ ചെയ്യണം. കാരണം ശാലിനിക്ക് തമിഴിൽ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുതിർന്നപ്പോൾ തമിഴ് ചെയ്യുമ്പോൾ ഈ ഒരു സിനിമയിലൂടെ തന്നെ തമിഴിലും ഒന്ന് റീലോഞ്ച് ചെയ്യണം എന്ന് തന്നെയായിരുന്നു ശാലിനിയുടെ ആഗ്രഹം. അങ്ങനെ ശാലിനി ആ റോള് ഫിക്സ് ആവുന്നു. മറ്റൊരു നായകന്റെ വേഷം അന്ന് ഫാസിൽ ആദ്യം മനസ്സിലാലോചിച്ചത് അന്നത്തെ യുവാക്കളുടെ ഹരമായ കാതൽ ദേശം എന്നൊരൊറ്റ സിനിമയിലൂടെ ഒരു സ്റ്റാറായി മാറിയ അബ്ബാസ് ആയിരുന്നു. അബ്ബാസ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കാതലിക്ക് മര്യാദ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ക്യാരക്ടർ, ഒരു റിച്ച് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഫാമിലിയിലെ ഒരു MBA-ക്കൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, നമ്മുടെ കുഞ്ചാക്കോൻ ചെയ്ത ഒരു ക്യാരക്ടർ, അതന്ന് അബ്ബാസ് ആപ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ അബ്ബാസിന്റെ മാനേജർ അന്ന് ഡേറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നു. അദ്ദേഹം ആ മാനേജറിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമൊന്നുമല്ല അബ്ബാസ് അന്ന് ആ സിനിമ ചെയ്തില്ല, അത് റിജക്റ്റ് ചെയ്തു. ഇതിനുശേഷം അബ്ബാസ് റിജക്ട് ചെയ്ത വേറെയും സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട്. അതിലൊരു സിനിമയായിരുന്നു ജീൻസ്. എന്തായാലും അബ്ബാസിൻ്റെതായ പല റീസൺസും അതിനുശേഷം പിന്നീട് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അന്ന് അബ്ബാസ് റിജക്ട് ചെയ്തപ്പോൾ പകരം ആര് എന്നുള്ള ചിന്തയിൽ ഫാസിൽ പോയത് അന്ന് വിജയുടെ അടുത്താണ്. അങ്ങനെ വിജയ് ആ സിനിമ ചെയ്യുന്നു. ആ സിനിമ ചെയ്യുമ്പോൾ വിജയുടെ അന്നത്തെ പ്രതിഫലം 18 ലക്ഷം രൂപയാണ്. ആ ഒരു സിനിമ ഹിറ്റ് ആയതോടുകൂടി വിജയ് 1 കോടി രൂപ റെമ്യൂണറേഷൻ വാങ്ങുന്ന ആ ഒരു ലെവലിലോട്ട് വളർന്നു. കാരണം 97 വർഷം ആ ഒരു ക്രിസ്മസിന് ഈ സിനിമ ഇറങ്ങുന്നു, അത് സൂപ്പർ ഹിറ്റ് ആവുന്നു. എനിക്ക് തോന്നുന്നു അനീതിപ്രാവിനെക്കാട്ടും കളക്ട് ചെയ്തിട്ടുള്ള പടമാണ് അവിടെ തമിഴില് കാതലിക്കും മര്യാദയും. ആ സിനിമയ്ക്ക് വിജയ്ക്ക് അന്ന് സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നു, തമിഴ്നാട് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നു. കാതലിക്ക് മര്യാദയ്ക്ക് മുമ്പ് ഷൂട്ടിംഗ് തീർത്തു വെച്ച ഒരു സിനിമയുണ്ട് വിജയുടെ, നിനേത്താൻ വന്ദേൻ എന്ന സിനിമ. ആ സിനിമ കാതലിക്ക് മര്യാദയെ ഇറങ്ങിയ ശേഷം, അതന്ന് ക്രിസ്മസിന് ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ കാതലിക്ക് മര്യാദയ്ക്ക് വേണ്ടി ആ സിനിമ മാറ്റി വെച്ചിട്ട് കാതലിക്ക് മര്യാദ ഇറങ്ങിയ ശേഷം 98-ലാണ് ആ സിനിമ ഇറങ്ങുന്നത്. ആ സിനിമയും സൂപ്പർ ഹിറ്റായി. പിന്നീട് 98-ൽ നിലാവേ വാ എന്നൊരു സിനിമ വിജയ് ചെയ്തു, അതും സൂപ്പർ ഹിറ്റായി. അപ്പൊ വിജയ്ക്ക് കാതലിക്ക് മര്യാദയോട് കൂടി സൂപ്പർ ഹിറ്റുകൾ കിട്ടി തുടങ്ങി. പിന്നെ നമുക്കറിയാം വിജയുടെ കരിയർ ഏത് ലെവലിലോട്ടാണ് പോയത്. ഒരു റൊമാൻറ്റിക് ഹീറോ, ഫാമിലി ഹീറോ എല്ലാമായി മാറി എന്നുള്ളത്. അന്ന് റിജക്ട് ചെയ്ത അബ്ബാസ് പകരം ചെയ്ത കുറച്ച് സിനിമകളുണ്ട്, ജോളി, ഇനി എല്ലാം സുഖമേ, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. അതൊക്കെ അന്ന് പരാജയപ്പെട്ടു പോയി. എന്തായാലും അന്ന് അബ്ബാസ് റിജക്ട് ചെയ്തതുകൊണ്ട് വിജയ്ക്ക് ആ സിനിമ ചെയ്യാൻ പറ്റി. വിജയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. കോടികൾ പ്രതിഫലം വാങ്ങുന്ന, ഒരു പക്ഷെ വിജയ് അല്ലെങ്കിലും ചിലപ്പോൾ കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടനായി വളരുമായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ അന്ന് അബ്ബാസ് റിജക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വിജയുടെ അടുത്തേക്ക് എത്തിയത്. അതുകൊണ്ട് നമുക്ക് അബ്ബാസ് അറിഞ്ഞോ അറിയാതെയോ അബ്ബാസ് വിജയ് എന്ന താരത്തെ വളർത്താൻ ഒരു കാരണമായിട്ടുണ്ട്.